الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا بما ينفعنا وانفعنا بما علمتنا وزدنا علما اللهم إنا نسألك الهدى والتقى والعفاف والغنى. സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് കൊണ്ട് ഫദ്ല് കൊണ്ട് നമ്മൾ മനസ്സിലാക്കി വരുന്നത് ഇമാം അൽ മുജദ്ദിദ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അഖീദയിലുള്ള വളരെ പ്രധാനപ്പെട്ട റിസാലയായ ഉസൂലു സലാസ. ഈ റിസാലയാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്, മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അൽഹംദുലില്ലാഹ് നമ്മൾ എന്താണ് ഇബാദത്ത്, ഇബാദത്തിൻ്റെ മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ്, അതിന് പണ്ഡിതന്മാർ നൽകിയ വ്യത്യസ്ത താരീഫുകൾ, നിർവചനങ്ങൾ, ഇതെല്ലാം ചർച്ച ചെയ്തു. പിന്നീട് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയുകയാണ്, വമിൻഹു, അതിൽപ്പെട്ടതാണ്, അതായത് ഇബാദത്തുകളിൽ പെട്ടതാണ് അദ്ദുആ, ദുആ. എന്താണ് ദുആ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്ത വിഷയമാണ്. ദുആ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഇബാദത്തിൻ്റെ ഇനങ്ങളിൽ പെട്ടതാണ്. ആദ്യമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ദുആ അറബി ഭാഷയിൽ പ്രധാനമായിട്ടും ശർഇൽ, ദീനിൽ രണ്ട് കാര്യങ്ങൾക്ക് അർത്ഥമാക്കാറുണ്ട്. ഒന്നാമത്തേത് ദുആഉൻ ഇബാദ. സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ദുആഉൻ ഇബാദത്തുൻ, ഇബാദത്ത് എന്ന ദുആ. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? എല്ലാ ഇബാദത്തിനെയും ദുആ എന്ന് പറയും എന്നുള്ളതാണ്. ഇബാദത്തിൻ്റെ മറ്റൊരു വാക്കായി ദുആഇനെ അറബി ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. ദീനിൽ അത് ശറഅാക്കിയിട്ടുണ്ട്. ദീനിൻ്റെ ശറയിൽ അത് നമുക്ക് കാണാം. ഖുർആനിക ചില വചനങ്ങളിൽ ദുആ എന്ന വാക്കിന് മുഫസ്സിരീങ്ങൾ ഇബാദത്ത് എന്ന രൂപത്തിൽ, അർത്ഥത്തിൽ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. രണ്ടാമത്തേത് ദുആഉൻ മസ്അല. ദുആ മസ്അല, ചോദിക്കുന്നത്, പ്രാർത്ഥന. രണ്ടും ഇബാദത്തിൽ പെട്ടതാണ്. രണ്ടും ഇബാദത്താണ്. ഒന്ന് എല്ലാ ഇബാദത്തുകളെയും അറിയിക്കും, മറ്റേത് ഒരു പ്രത്യേക ഇബാദത്തിനെ അറിയിക്കും. സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ദുആഉൽ ഇബാദ, ഇബാദത്തായിട്ടുള്ള ദുആ, അതായത് ആരാധനകൾ എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ദുആ, അതെന്താണ്? ഹുവ സനാഉ അലല്ലാഹി സുബ്ഹാനഹു വ തആല. അത് ഹുവ സനാ, സനാ ആണ്. സനാ എന്ന് പറഞ്ഞാൽ പുകഴ്ത്തൽ. അലല്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്തലാകുന്നു. കമാ ഫീ അവ്വലിൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിലുള്ളതുപോലെ. ഏതാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ,
സർവസ്തുതിയും ലോകങ്ങളുടെ റബ്ബായ അല്ലാഹുവിനാകുന്നു. അർ റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇതൊക്കെ എന്താണ്? ഇബാദത്താണ്, ആരാധനയാണ്. ഹാദാ കുല്ലുഹു ദുആഉ ഇബാദ. ഇതെല്ലാം ഇബാദത്തായിട്ടുള്ള ദുആ ആണ്, അതായത് പ്രാർത്ഥനയല്ല. പ്രത്യേകം മനസ്സിലാക്കണം, എല്ലാ ഇബാദത്തിനും കൂടി പറയുന്നതാണ് ദുആ. എന്നിട്ട് അദ്ദേഹം പറയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇതെന്താണ്? ഹാദാ ദുആഉ മസ്അല, പ്രാർത്ഥനയാണത്. രണ്ടും ഒരു സൂറത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയാണ് എന്താണ് ദുആഉൽ മസ്അല, ചോദിക്കുന്നത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവ തൊലബു ഷൈഇൻ മിനല്ലാഹി അസ്സ വജൽ കതൊലബിൽ ഹിദായ വതൊലബിൽ റിസ്ഖി വതൊലബിൽ ഇൽമി മിനല്ലാഹി വതൊലബുത് തൗഫീഖ്. അല്ലാഹുവിനോട് ചോദിക്കൽ. എന്താണ് ദുആ? അല്ലാഹുവിനോട് ചോദിക്കൽ എന്തെങ്കിലും കാര്യം. ഏതുപോലെ? ഹിദായത്ത് ചോദിക്കുന്നത് പോലെ, സന്മാർഗം ചോദിക്കുന്നത് പോലെ, അതുപോലെ തന്നെ റിസ്ക്, ഉപജീവനം ചോദിക്കുന്നത് പോലെ, ഇൽമ്, ദീനിൻ്റെ ശരഈയായിട്ടുള്ള ഇൽമ് ചോദിക്കുന്നത് പോലെ, തൗഫീഖ് ചോദിക്കുന്നത് പോലെ, ഇതല്ലാത്ത മറ്റു ദുആകളും. ഇനി ദുആ ഇബാദത്താണ്, അത് അല്ലാഹുവിന് മാത്രമേ നൽകാൻ പാടുള്ളൂ എന്നുള്ളതിൻ്റെ തെളിവും അദ്ദേഹം കൊണ്ടുവരികയാണ്. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് സൂറത്തുൽ ജിന്നിലെ 18-ാമത്തെ ആയത്ത്. ഇതൊരു പ്രാവശ്യം ഈ ഒരു റിസാലയിൽ തന്നെ വന്നതാണ്. എന്താണ് ആയത്ത്? വ അന്നൽ മസാജിദ ലില്ലാഹ്. തീർച്ചയായിട്ടും മസാജിദുകൾ. എന്താണ് മസാജിദ് എന്ന് പറഞ്ഞാൽ? അത് നമ്മൾ വിശദീകരിച്ചതാണ്. നമുക്കറിയാവുന്ന മസാജിദ് പള്ളികൾ, സുജൂദ് ചെയ്യുന്ന ഇടങ്ങൾ. മറ്റൊരു വിശദീകരണ പ്രകാരം സുജൂദ് ചെയ്യുന്ന അവയവങ്ങൾ. ഇവിടെ മസ്ജിദുകൾ എന്നുള്ളതിനെ സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം അർത്ഥമാക്കുന്നത് സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങൾ, അതായത് പള്ളികളാണ്. വ അന്നൽ മസാജിദ ലില്ലാഹ്. തീർച്ചയായിട്ടും മസ്ജിദുകൾ അല്ലാഹുവിനുള്ളതാകുന്നു. മസ്ജിദുകൾ അല്ലാഹുവിനുള്ളതാകുന്നു. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അല്ലാഹുവിനോടൊപ്പം മറ്റാരെയും നിങ്ങൾ ദുആ ചെയ്യരുതേ. മറ്റാരെയും നിങ്ങൾ ദുആ ചെയ്യരുതേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജിന്നിൽ പറയുകയാണ്. എന്നിട്ട് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു ഫമൻ സറഫ ശൈഅൻ മിൻഹാ ലിഗൈരില്ലാഹ്. ദുആയിൽ നിന്നും ഏതെങ്കിലും ദുആ ആണ് ചർച്ച. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു ഭാഗത്താണ് ഈ കാര്യം. ചുരുക്കത്തിൽ മസ്ജിദുകൾ അല്ലാഹുവിനുള്ളതാണ് ഈ ആയത്തിൻ്റെ ഉള്ളടക്കം. അല്ലാഹുവിനോടൊപ്പം മറ്റാരെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുതേ, ഇതാണ് ആയത്ത്. അതുപോലെ തന്നെ എപ്പോഴാണ് ദുആ ശിർക്കാവുക, അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എപ്പോഴാണ് ദുആ ശിർക്കാവുക? മൂന്ന് സന്ദർഭങ്ങളാണ് അതിലുള്ളത്. പലപ്പോഴും നമ്മുടെ നാട്ടിലെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ പറയുന്ന ന്യായമാണ്, നിങ്ങൾ ഡോക്ടറോട് പറയുന്നില്ല രോഗം മാറ്റിത്തരണം. സാമ്പത്തികമായി പ്രയാസം ഉണ്ടാകുമ്പോൾ ഒരാളുടെ അടുക്കൽ പോയിട്ട് പറയാറില്ല എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, അപ്പോൾ അത് ശിർക്കാവൂലേ നിങ്ങൾ പറഞ്ഞ പോലെയാണെങ്കിൽ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്നിട്ട് പറയാം അതുപോലെ തന്നെയാണ് ഔലിയാക്കളോട് ഞങ്ങൾ ചോദിക്കുന്നത്. അവിടെ ശിർക്കാകുന്നത് അവർ പറയുന്നത് ഇങ്ങനെയാണ്, അവിടെ ശിർക്കാകപ്പോഴാണ് ഔലിയാക്കൾക്കും അതുപോലെ തന്നെ ഡോക്ടർക്കും സ്വന്തമായി കഴിവുണ്ടെന്ന് വിചാരിച്ചാൽ അത് ശിർക്കാണ്. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കുക എന്ന് പറഞ്ഞാലോ അത് ശിർക്കല്ല. അത് ഔലിയാക്കളാകട്ടെ ഡോക്ടർമാരാകട്ടെ. ഇങ്ങനെയുള്ള ദുർന്യായങ്ങൾ പറഞ്ഞ് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. എപ്പോഴാണ് ദുആ ശിർക്കാകുക? സാലിഹ് സിന്ദി ഹഫിളഹുല്ലാഹ് അദ്ദേഹം ഈ ഒരു വിഷയം വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഉസൂലു സലാസ
എന്ന ഷറഹ് ഉസൂൽ സലാസയുടെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുകയാണ് 3 സന്ദർഭങ്ങളിൽ ശിർക്കാകും. ഒന്നാമത്തേത് ദുആഉൽ അംവാതി മുത്ലഖൻ സവാഅൻ കാന അൽ ഇൻസാൻ ഇൻദൽ ഖബ്രി അം ബഈദൻ അൻഹു. ദുആഉൽ മയ്യിത്ത്, മരിച്ച ആളോട് ചോദിക്കൽ, ശവങ്ങളോട് ചോദിക്കൽ. അതെന്താണ്? നീരുപാധികം ദുആ ശിർക്കാകുന്നതാണ്. ഖബറിൻ്റെ അടുക്കൽ പോയിട്ടാകട്ടെ വിദൂരത്ത് പോയിട്ടാകട്ടെ. അടുക്കൽ എന്ന് പറയാൻ കാരണം പല ആളുകളും പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിലെ ആളുകളും അതുപോലെ തന്നെ ഖുറാഫികൾ അതുപോലെ തന്നെ മറ്റു ചില ഇൽമില്ലാത്ത ആളുകളും പറയുന്നതായി കാണാൻ സാധിക്കും, ഖബറിലുള്ളവർ പുറത്തില്ലത് അറിയും എന്ന് പറയാറുണ്ട്. അതിന് മറ്റ് ചില തെളിവുകൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് വരാറുണ്ട്. ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അതറിയോ? ഇല്ല, അറിയുകയില്ല. അതാണ് അടിസ്ഥാനം. ഇവിടെ ഖബറിൻ്റെ അടുക്കൽ പോയി ചോദിച്ചാലും ഇനി വിദൂരത്താണെങ്കിലോ അപ്പോഴും അത് ശിർക്ക് തന്നെയാണ്. മരിച്ചവരോട് ചോദിക്കൽ ശിർക്കാണ്, ഏത് മയ്യിത്താകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫാത്തിറിൽ 14-ാമത്തെ വചനത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും, ഇൻ തദഊഹും, നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആഇനെ അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇതിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കുക എന്താണ്? കേൾക്കൂല. അപ്പോൾ അവർ പറയാം, നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഇത് മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് ഇറങ്ങിയതാണ്, ഖുർആൻ മൊത്തം അവർക്കെതിരായിട്ട് മാത്രം ഇറങ്ങിയതാ. ആ ഹുക്കും ഇവിടെ ഉണ്ടെങ്കിലും അതും ബാധകമാണല്ലോ. അതും അവർ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. പക്ഷെ ഇത് പൊതുവാണ്. എന്താണ്? ഇൻ തദ്ഊഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ, ഹും അവരെ, ആരാണെങ്കിലും, അള്ളാഹു അല്ലാത്ത ആരാണെങ്കിലും നിങ്ങൾ വിളിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആകൾ, പ്രാർത്ഥനകൾ അവർ കേൾക്കുകയില്ല. അതായത് അൽ അംവാത്ത്, മരിച്ച ആളുകൾ കേൾക്കൂല. വലൗ സമിഉ, ശ്രദ്ധിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് കേൾക്കൂല എന്ന് പറഞ്ഞു. ഇനി വലൗ സമിഉ, ഇനി കേട്ടാലോ, മസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരവും നൽകൂല എന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ കേട്ടാൽ എന്താണ് ഉത്തരം നൽകൂല പറഞ്ഞാൽ ഇതിൻ്റെ കഴിവ് അവർക്കില്ല. ഇതാരാണ് പറയുന്നത്? ഏതെങ്കിലും വഹാബി പണ്ഡിതനാ? തൈമി എന്നൊക്കെ പറയും ചില ആളുകൾ. ഇവർ തൈമികളാണ്. തൈമി പറഞ്ഞാൽ ഇബ്നു തൈമിയെ പിൻപറ്റുന്ന ആളുകൾ. മറ്റു ചില ആളുകൾ പറയും വഹാബിയാണ്, വഹാബി. ഈ വഹാബി പറഞ്ഞതാ? അല്ല, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? വയൗമൽ ഖിയാമത്തി, നമ്മൾ ശ്രദ്ധിക്കണം, പരലോകത്ത് എന്താ ഒരവസ്ഥ? യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങളുടെ ശിർക്കിനെ അവർ എന്ത് ചെയ്യും? നിഷേധിക്കും. അവർ നിങ്ങളെ കയ്യൊയ്യും. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ദുആഉൽ മയ്യിത്ത്, മയ്യിത്തിനോട് ചോദിക്കൽ, അതെന്താണ്? ശിർക്കാണ്. സൂറത്തു ഫാത്തിറിലെ 14-ാമത്തെ ആയത്ത്, 14-ാമത്തെ ആയത്ത്. രണ്ടാമത്തേത്, ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കി, ഇത് നമ്മൾ ഉറപ്പിച്ചു പോകണം. പ്രത്യേകിച്ച് നമ്മളെ കുടുംബങ്ങളിൽ, സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാടുകളിൽ അധിക പേർക്കും ഈ ഒരു വ്യത്യാസം അറിയില്ല. വ്യത്യാസം അറിയില്ല എന്ന് മാത്രമല്ല, അവർ പലപ്പോഴും പല ആളുകളും അള്ളാഹിനോട് ചോദിക്കുന്നതിലേറെ കൂടുതൽ സൃഷ്ടികളോടാണ് ചോദിക്കുന്നത്. അമ്പർത്തങ്ങളോട്, ബദ്രീങ്ങളോട്, അബ്ദുൽ ഖാദറിനോട്, ഇപ്പോൾ ചില ആളുകൾ CM മടവൂരിനോട് നഊദുബില്ല. അതാണ് പറഞ്ഞത്, പറഞ്ഞു കൊടുക്കണം ജനങ്ങൾക്ക്. അതിനുവേണ്ടി നമ്മളിത് കൃത്യമായി കൊണ്ട് പഠിക്കണം എന്നുള്ളതാണ്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാമത്തെ ഏതാണ് ശിർക്കാവുന്ന ദുആ? ദുആഉൽ ഹയ്യിൽ ഗായിബി മുത്ലഖാ, ജീവിച്ചിരിക്കുന്ന ആളാണ്. ഇത് ശ്രദ്ധിക്കണം, ജീവിച്ചിരിക്കുന്ന ആളാണ്. പക്ഷെ എന്താണ്? ഗായിബാണ്, സ്ഥലത്തില്ല.
സ്ഥലത്തില്ല, ഇപ്പം ഇവിടെ അല്ല, ജീവിച്ചിരിക്കുന്നുണ്ട്, അമേരിക്കയിലുണ്ട്, അല്ലെങ്കിൽ സൗദി അറേബ്യയിലുണ്ട്, അല്ലെങ്കിൽ കോഴിക്കോടുണ്ട്, ഇവിടെ അല്ല. അങ്ങനെയുള്ള ആളോട് ദുആ ചെയ്യുന്നത് എന്താണ്? ശിർക്കാണ്. അദ്ദേഹത്തിന് സാധിക്കുന്നൊരു കാര്യമാകട്ടെ, സാധിക്കാത്തൊരു കാര്യമാകട്ടെ, ഇവിടുന്ന് ചോദിക്കുക. ഫോണിലൊന്നല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഫോണിൽ ചോദിച്ചാൽ അതെന്താ ഇതിൽ നിന്ന്, ഈ പരിധിയിൽ നിന്ന് മാറി, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ ഈ പരിധിയിൽ നിന്ന് മാറി. മനസ്സിലായല്ലോ? നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നത് പോലെ അവരോട് ചോദിക്കുക. അതെന്താണ്? ശിർക്കാണ്. ഏതുപോലെ? ചില ആളുകൾ പറയും, അദ്ദേഹം പറയാണ്, യാ സയ്യിദി ഫുലാൻ അഗിസ്നി, എൻ്റെ നേതാവേ, എൻ്റെ മനുഷ്യ, എന്നെ നീ രക്ഷിക്കണം, ഞാൻ പ്രയാസത്തിലാണ്. ആണ്, ഇൻഷാ അല്ലാഹ് അതും അതിൽ പെടുന്നതാണ്. ഹാദിറാകുമ്പോൾ ചിലത് നൊയിവാകും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ എന്നെ പിടിക്കാൻ വന്നു, ഇത് കഴിവില്ല കാര്യം പറയണം. ഇപ്പോൾ ഒരാൾ രക്ഷിക്കാൻ വിളിച്ചു, അത് പ്രശ്നമല്ല. പക്ഷെ ഇവിടെ ഇല്ലാത്തൊരാളെ, കോഴിക്കോട്ടുള്ള ഒരാളെ, അത് ജീവിച്ചിരിക്കുന്ന ആളാണ്, ആളെ വിളിക്കുക, അതെന്താണ്? ശിർക്കാണ്. അപ്പോൾ ഒന്നാമത്തേത് ദുആ ഉൽ മയ്യിത്തി മുത്ലഖൻ, മരിച്ച ഒരാളോട് നിരുപാധികം, അതെന്താണ്? ശിർക്കായിട്ടുള്ള ദുആ ആണ്. രണ്ടാമത്തേതോ സ്ഥലത്തില്ലാത്ത ആളോട്, ജീവിച്ചിരിക്കുന്നതാണ് പക്ഷേ സ്ഥലത്തില്ല. മൂന്നാമത്തെ അവസ്ഥ എന്താണ്? മൂന്നാമത്തെ അവസ്ഥ ദുആ ഉൽ ഹയ്യിൽ ഹാദിരി ഫീമാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. സ്ഥലത്തുണ്ട്, ഹാദിറാണ്, ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ ചോദിക്കുന്ന കാര്യം എന്താണ്? അള്ളാഹുവിന് അല്ലാതെ സാധിക്കുകയില്ല, അങ്ങനത്തെ കാര്യമാണ്. ഏതുപോലെ ചോദിക്കാൻ? എന്താണ് ചോദിക്കുന്നത്? എനിക്ക് മക്കളെ തരണം, രോഗം മാറ്റണം, എനിക്ക് മക്കളെ തരണം, എനിക്ക് റിസ്ക് നൽകണം, എനിക്ക് മഗ്ഫിറത്ത് നൽകണം, എനിക്ക് പാപങ്ങൾ പുറത്തു നൽകണം. ഇതുപോലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് എന്താണ്? ശിർക്കാണ്. ഇതാണ് നമ്മൾ പറയുന്നത് എന്ത്? ഡോക്ടറെ പോയി പറയുന്നത് എന്താണ്? ഡോക്ടർ ഹാദിറാണ്, ഡോക്ടറിന് അത് സാധിക്കുന്നതാണ്, അതുകൊണ്ട് അതല്ല, എന്തല്ല, ജീവിച്ചിരിക്കുന്നതാണ് ഡോക്ടർ, അത് ശിർക്കല്ല. ഔലിയാക്കളോട് ചോദിക്കുന്നതോ, മരിച്ചുപോയ അമ്പ്യ മുസ്ലിങ്ങളോട് ചോദിക്കുന്നതോ, അവർ മരിച്ചവരാണ് ആദ്യം. ഇനി ജീവിച്ചിരിക്കുന്ന ആളുകളാണെങ്കിലോ ഹാദിറല്ല. ഇനി ഹാദിറിന് ജീവിച്ചിരിക്കുന്ന ആളുകളുമാണെങ്കിൽ തന്നെ അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത് ഈ ഔലിയാക്കളോട് അല്ലെ അമ്പിയാക്കളോട്. അതെന്താണ്? ഏത് രൂപത്തിൽ നോക്കിയാലും രണ്ടും രാവും പകലും വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം ദുആഇൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ മറ്റു ചില നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയുന്ന കാര്യമാണ്, ദുആ എന്ത് ചെയ്യില്ല, ഇബാദത്തിൽ പെടൂല, ഇബാദത്തുകൾ മാത്രമുള്ളൂല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകണം എന്ന് പറഞ്ഞിട്ടുള്ളൂ, ദുആ എന്ത് ചെയ്യൂല, ഇബാദത്തിൽ പെടൂല എന്ന് പല ആളുകളും പറയാറുണ്ട്. അതിനാദ്യമായി കൊണ്ട് നമ്മൾ തെളിവില്ല. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലുണ്ടല്ലോ, സ്വഹാബാക്കളോട് സാധനങ്ങൾ കൊണ്ടുവരാൻ പറയുന്നതും ചെയ്യാൻ പറഞ്ഞു, കച്ചവടം ചെയ്യാൻ പറയുന്നതും, അതൊക്കെ വ്യക്തമായിട്ട് പ്രകടമായിട്ട് വന്നതാണല്ലോ. ഇൻഷാ അല്ലാഹ് പ്രത്യേകമായിട്ട് ഞാനത് നോട്ട് ചെയ്തിട്ടില്ല, നമ്മൾ നോക്കിയിട്ട് അയച്ചിട്ടുണ്ട്. അത് ഒരുപാട് ഉണ്ട്. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഖുർആനിൽ തന്നെ ഉണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഫസ്തഗാസഹു അല്ലദീ മിൻ ശിഅതിഹി അലല്ലദീ മിൻ അദുവ്വിഹി ഫവഖസഹു മൂസ ഫഖളാ അലൈഹി, സൂറത്തുൽ ഖസസിലായത്ത.
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫസ്തഗാസഹു, ഇസ്തിഗാസ ചോദിച്ചു, സഹായം ചോദിച്ചു. എപ്പോൾ? കിബിത്തികളിൽപ്പെട്ട ഫിർഔന്റെ ടീമിൽപ്പെട്ട ഒരാളുമായിട്ട് മൽപിടുത്തം നടത്തുന്ന സമയത്ത്. അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഉണ്ടായിരുന്നു. അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹായം ചോദിച്ചു. ഇത് നേരിട്ടാ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ച് നൽകുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയിട്ട് ഫവഖസഹു, ഒരു കുത്തു കൊടുത്തു, ആൾ മരിച്ചു. ഇതാണ് ആയത്തിലും. സഹായം ചോദിക്കുന്നത് വേറെ ആളാണ് എന്ന് മാത്രം. മറ്റേ ആയത്തുണ്ട്, മൂസ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് വെള്ളം ചോദിച്ചു. അതുപോലെ ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തി വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന പ്രയാസങ്ങൾ പറയുന്നത് ഇതൊക്കെ എന്താണ്? ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലാണ്. അഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടികൾ എന്തെല്ലാമാണ്? അത് ദുആ ചെയ്യാം. നമുക്കറിയാവുന്ന ഹദീസല്ല, ഒരു സ്ത്രീ വരുന്നതും അല്ലാഹുവിൻ്റെ റസൂൽ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ശൈത്താൻ്റെ ബാധയേറ്റ് പലപ്പോഴും ബോധരഹിതയാകുന്നുണ്ട്, അവിടുന്ന് ദുആ ചെയ്യണം. ആ സ്ത്രീ പറയുന്നുണ്ടോ എനിക്ക് രോഗം ശിഫാക്കി നൽകണം? പറയുന്നുണ്ടോ? ഇല്ല. അവിടുന്ന് ദുആ ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്നാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നിങ്ങൾ അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി, എൻ്റെ രോഗം മാറാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. ഇതവൻ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആളുകളെ, സാധാരണക്കാരെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഡോക്ടറേറ്റ് പോയി ബാങ്ക് മാനേജർക്ക് പോകണില്ല, അവിടെ പോകണില്ല, ഇവിടെ പോകണില്ല. അതേപോലെ തന്നെ ഔലിയാക്കളോട് ചോദിക്കുന്നതും. ഇത് രണ്ടും വ്യത്യാസം ജനങ്ങളെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കണം. ഹദീസിൻ്റെ ബാക്കി വാങ്ങാൻ നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട്, ഞാൻ ദുആ ചെയ്താൽ നിൻ്റെ രോഗം ശിഫയാകും. അപ്പോൾ സഹാബി വനിത റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ എനിക്ക് സ്വർഗം മതി, എനിക്ക് സ്വർഗം മതി. എൻ്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ അവിടുന്ന് ദുആ ചെയ്യണമെന്ന് പറയണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഈ 3 വിഷയങ്ങളാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുആ ഇബാദത്താണ് എന്നുള്ളതിന് തെളിവെന്താണ്? അദ്ദുആ ഹുവൽ ഇബാദ. ദുആ അത് തന്നെയാകുന്ന ഇബാദത്ത്, അത് തന്നെയാകുന്ന ആരാധന. പ്രാർത്ഥന അത് തന്നെയാകുന്നു ആരാധന. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ അവിടുന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും, അഫ്ദലുൽ ഇബാദ, ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? അദ്ദുആ, ദുആ. ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അദ്ദുആ ആണ് എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ദുഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കുക, ദുഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കുക, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും. ഇന്നല്ലദീന, ഒരു കൂട്ടർ അവർ പ്രത്യേകം എന്താണ്? യസ്തക്ബിറൂന അൻ ഇബാദത്തി, എന്നെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും അഹങ്കരിക്കുന്ന ഒരു കൂട്ടർ. ആദ്യം പറഞ്ഞത് ദുആ, അതിനു വേണ്ടി രണ്ടാമത് പറഞ്ഞത് ഇബാദത്ത്. ദുആ ഇബാദത്താണെന്ന് അറിയിക്കുന്ന മറ്റൊരായത്താണത്. യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ, അവരെന്ത് നിന്നരായിക്കൊണ്ട് നരകത്തിൽ ജഹന്നമിൽ പ്രവേശിക്കും. ദുആ ഇബാദത്താണ് എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. എങ്ങനെ? തെളിവുകൾ വെച്ച്. എങ്ങനെ? അഹങ്കാരത്തോടുകൂടി ഇബാദത്തുള്ള, എന്നോടുള്ള ഇബാദത്ത് ഒഴിവാക്കിയാൽ, ഇവിടെ ഇബാദത്ത് ആദ്യം പറഞ്ഞ എന്താണ്? ദുആ, എന്നോട് ദുആ ചെയ്യൂ. ആ ദുആ ഇബാദത്ത് എന്ന് അറിയിക്കുന്നതാണ്. എന്നോട് എനിക്കുള്ള ഇബാദത്തുകൾ അഹങ്കാരത്തോടു കൂടി ഉപേക്ഷിച്ചാൽ, മനസ്സിലായോ? ഇരുന്നാൽ, ദുആ ചെയ്യാതിരുന്നാൽ എന്താണ്? അവനെ ജഹന്നമിൽ പ്രവേശിപ്പിക്കും. ഇതുപോലുള്ള ആയത്തുകളും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇനി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്,
വൽ ഖൗഫു, ഖൗഫ് ഇബാദത്തിൽ പെട്ടതാണ്. ഖൗഫ് ഭയം, ഇബാദത്തിൽ പെട്ടതാണ് ഭയം. എന്താണ് ഭയം? എന്താണ് പേടി? സാലിൽ ഫൗസാൻ ഹഫിദുള്ള പറയാണ്, ഹുവ തവക്കുൽ മക്റൂഹ്, വെറുക്കുന്ന ഒരു കാര്യം സംഭവിക്കും എന്നുള്ള ഒരാശങ്ക. സംഭവിക്കാൻ ഇഷ്ടമല്ലാത്തൊരു കാര്യം സംഭവിക്കും എന്നുള്ളൊരു പേടി, എന്നുള്ളൊരു ആശങ്കയാണ് എന്ത്? ഭയം. അദ്ദേഹം പറയണത് അത് രണ്ട് വിധമുണ്ട്. വഹുവ നൗആൻ, ഖൗഫുൽ ഇബാദത്തി വൽ ഖൗഫു ത്വബീഇ. ഒന്നാമത്തേത് ഇബാദത്തായ ഖൗഫ്. ഇബാദത്തായ ഖൗഫ് എന്താണ്? ഇബാദത്തായിട്ടുള്ള ആരാധനയിൽപ്പെട്ട ഖൗഫ് ഏതാണ്? ഭയം ഏതാണ്? അത് അഭൗതികമായിട്ടുള്ള മാർഗത്തിൽ അള്ളാഹു അല്ലാത്തവരെ ഭയക്കലാകുന്നു. അതിന് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയണ ഹാദാ സർഫു ലിഗൈരില്ലാ ശിർക്ക്. ഇബാദത്തായിട്ടുള്ള ഖൗഫ് അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയാൽ, അള്ളാഹു അല്ലാത്തവരെ ഭയന്നാൽ അത് ശിർക്കാണ്. വദാലിക, അത് ബഅൻ യുഖാഫ ഗൈറുല്ലാഹി ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. അതെന്താണ്? അള്ളാഹുവിനല്ലാതെ സാധിക്കുന്ന കാര്യങ്ങളിൽ മറ്റുള്ളവരെ ഭയപ്പെടലാണ്. ഏതുപോലെ? ഒരാൾ മറ്റൊരാളെ രോഗിയാക്കും എന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ റൂഹിനെ പിടിക്കും. എങ്ങനെ? ഭൗതികമായിട്ടുള്ള കാര്യകാരണങ്ങൾക്ക് അതീതമായിട്ടല്ലാതെ രോഗിയാക്കും. അതുപോലെ തന്നെ റൂഹിനെ പിടിക്കും, മക്കളെ കൊല്ലും. കൊല്ലുക എന്ന് പറഞ്ഞാൽ കത്തെടുത്ത് കുത്തലും അങ്ങനെയല്ല, അല്ലാതെ രൂപങ്ങളിൽ. എന്നിട്ട് അതിൻ്റെ പേരിൽ ഭയക്കുക. നമ്മളെ നാട്ടിൽ സാധാരണ കാണുന്നൊരു കാര്യമാണ് ഖബറുകളിലുള്ള ആളുകളെ ഭയക്കുക. അതുപോലെ തന്നെ ഖബറിലുള്ള ആളുകളെ പ്രത്യേകിച്ച് നമുക്ക് കാണാം, ചില സ്ഥലങ്ങളിൽ സത്യം ചെയ്യാൻ ചെല്ലുന്ന പ്രത്യേക ഖബറുകൾ കാണാൻ സാധിക്കും. അവിടെ പോയിട്ട് സത്യം ചെയ്യാൻ സാധിക്കൂല. എന്താ കാരണം? ഈ ഖബറിൽ കിടക്കുന്ന ആൾ ഈ വലിയൻ്റെ അടുത്ത് നിന്നുള്ള കുരുത്തക്കേട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോപം തട്ടും. അവിടെ പോയി കണ്ട് നുണ പറഞ്ഞാൽ ചോര ഛർദ്ദിക്കും, തല കറങ്ങി വീഴും, വീട്ടിലും കുടുംബത്തിലും പ്രശ്നം ഉണ്ടാകും എന്നുള്ള വിശ്വാസം. ഇതെന്താണ്? ശിർക്കായിട്ടുള്ള ഖൗഫാണ്, ഭയം. അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഖൈറുകളും ഷർറുകളും ഒരടിമക്ക് ഖദറാക്കുന്നത്. ഔലിയാക്കളല്ല, അമ്പിയാക്കളല്ല, മറ്റു സാലിഹീങ്ങളല്ല. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇത് എന്ന് മാത്രമല്ല, ഈ ഒരു സ്വഭാവം പണ്ട് കാലത്തുള്ള മുശ്രിക്കീങ്ങൾക്കുള്ളതായിരുന്നു. എല്ലാ കാലഘട്ടത്തിലുള്ള മുശ്രിക്കീങ്ങൾക്കുള്ള സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹൂദിലെ 54-56 വചനങ്ങളിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. സൂറത്ത് ഹൂദിൽ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുന്ന സന്ദർഭത്തിൽ പറയാണ്, ഇന്നഖൂലു ഇല്ല അതറാക ബഅദു ആലിഹതിനാ ബിസൂ. അവർ പറഞ്ഞു, ഹൂദേ, ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ദൈവങ്ങളിൽ നിന്നും നിനക്കെന്തോ ദോഷബാധ ഏറ്റിട്ടുണ്ട് എന്നാണ്. അതായത് അദ്ദേഹം തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ, അതുപോലെ തന്നെ ജനങ്ങളോട് നന്മ കൽപ്പിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഖാല ഇന്നി ഉശ്ഹിദുല്ലാഹ വശ്ഹദൂ അന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ. ഞാൻ അള്ളാഹുവിൽ സാക്ഷ്യം വഹിക്കുന്നു, അള്ളാഹു എന്നിൽ സാക്ഷിയാണ്, നിങ്ങളും സാക്ഷിയാവുക, ഞാൻ നിങ്ങൾ പങ്കു ചേർക്കുന്നതിൽ നിന്നും ഒഴിവാണ്. അള്ളാഹുവിനെ കൂടാതെ നിങ്ങളെല്ലാവരും എനിക്കെതിരിൽ കുതന്ത്രം പ്രയോഗിച്ചു കൊള്ളൂ, മറ്റൊന്നും നോക്കേണ്ടതില്ല. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി റബ്ബിക്കും. നിങ്ങളുടെയും എൻ്റെയും റബ്ബായ അള്ളാഹുവിൽ ഞാൻ വരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം അവിടുന്ന് പോരുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. ഇനി സൂറത്ത് ഹൂദിലെ 54 മുതൽ 56 വരെയുള്ള ആയത്തുകൾ കേട്ടോ.
ഇനി ഖൗഫു ത്വബീഇ എന്നാണ് പ്രകൃതിപരമായിട്ടുള്ള ഭയം. ഏതാണത്? പാമ്പിനെ ഭയക്കുന്നത്, കള്ളനെ പേടിക്കുന്നത്, അതുപോലെ തന്നെ ഉപ്പാനെ ഭയക്കുന്നത്, മറ്റു ശത്രുക്കളെ ഭയക്കുന്നത്. ഇത് ത്വബീഇയായിട്ടുള്ള പ്രകൃതിപരമായിട്ടുള്ള പേടിയാണ്. ഇതെന്തല്ല? ഷിർക്കല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് സൂറത്തുൽ ഖസസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും. ഫഖറജ മിൻഹാ ഖായിഫ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടു ഭയന്നുകൊണ്ട്, ഖായിഫ ഭയക്കുന്നവനായിക്കൊണ്ട്. സൂറത്തുൽ ഖസസിലെ 21-ാമത്തെ വചനം. മദീനയിലേക്ക് രക്ഷപ്പെടുന്ന രംഗത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അപ്പോൾ അതെന്തല്ല? തെറ്റല്ല. എന്നാൽ അഭൗതികമായിട്ടുള്ള ഭയം അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്താണ് അതിനുള്ള തെളിവ്? ഖൗലു തആല ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ അവരെ ഭയക്കരുതേ, വഖാഫൂനി നിങ്ങൾ എന്നെ ഭയക്കുക, ഇൻ കുൻതും മുഅ്മിനീൻ നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. നിങ്ങൾ എന്നെ ഭയക്കുക സത്യവിശ്വാസികളാണെങ്കിൽ. അള്ളാഹുവിനോടുള്ള ഭയം അതൊരു മുഅ്മിനെ സംബന്ധിച്ച് വലിയ ഇബാദത്താണ്, വലിയ ഇബാദത്തായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഫായിദയുള്ള ഒരു കാര്യമുണ്ട്. എങ്ങനെ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് റിയാ ചെറുത്. റിയാ വരും. റിയാ എന്താ? നിഫാക്കിന്റെ അടയാളാണ്. ലോകമാന്യതയാണത്. ഇനി അള്ളാഹുവിനോടുള്ള ഭയം എങ്ങനെ അധികരിപ്പിച്ചെടുക്കാം? അതിൻ്റെ ചില കാരണങ്ങൾ സാലിഹ്സിൻ്റെ അഫ്ലുള്ള അദ്ദേഹം ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ നമുക്കതൊക്കെ വിശ്വാസമൊക്കെ ഉണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. പക്ഷെ പലപ്പോഴും ഹറാമുകൾ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട ഒരു പേടി, ഭയം നമുക്ക് ലഭിക്കുന്നില്ല. അതെങ്ങനെ വർദ്ധിപ്പിച്ചെടുക്കാം? അതിനുള്ള മാർഗങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ഇത് ഒരു അടിമയുടെ വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ് എന്ന് മാത്രമല്ല, അടുത്ത കാര്യം എന്താണ്? റജാഇനെ കുറിച്ചാണ് പറയുന്നത്. റജാറിന് അള്ളാഹു പ്രതീക്ഷ വെക്കാൻ. ഈ രണ്ട് കാര്യങ്ങളെ കൊണ്ട് ഒരു മുസ്ലിമിന് ജീവിക്കാൻ, മുസ്ലിം ആയിക്കൊണ്ട്, യഥാർത്ഥ മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ. ഖൗഫും ഭയവും, അതുപോലെ തന്നെ റജാഉം പ്രതീക്ഷയും, രണ്ടും ഒരുപോലെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതിൽ ഖൗഫ് എങ്ങനെ വർദ്ധിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ്. പല ആളുകൾക്കും റജാ മാത്രം, പ്രതീക്ഷ മാത്രം. അള്ളാഹു പുറത്തു നൽകും, അള്ളാഹു പുറത്തു നൽകി, എല്ലാം പുറത്തു നൽകുന്നവനാണ് എന്ന് വിചാരിച്ച് ഇങ്ങനെ തിന്മകളിൽ മുഴുകിക്കൊണ്ട് ജീവിക്കുക. അത് യഥാർത്ഥത്തിൽ ഉള്ള റജാ അല്ല. അവൻ്റെ അടുത്ത് അള്ളാഹുവിനോടുള്ള ഭയമില്ല, അള്ളാഹുവിനോടുള്ള പ്രതീക്ഷ വെക്കേണ്ട രൂപത്തിൽ അവൻ പ്രതീക്ഷ വെക്കുന്നുമില്ല. അള്ളാഹുവിനോടുള്ള ഭയം എങ്ങനെ നമുക്ക് അധികരിപ്പിച്ചെടുക്കാം, ഭയം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ അതിനുള്ള മാർഗം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉ സിഫാത്തുകളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. നാമഗുണ വിശേഷണങ്ങളെ കുറിച്ച് പഠിക്കുക. അള്ളാഹുവിനെ കുറിച്ച് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ, ഒരടിമ ശരിക്കും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയാൽ അള്ളാഹുവിനെ ഭയക്കും. അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ ശിക്ഷകളെക്കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളോട് കോപിക്കുന്നതിനെ കുറിച്ചുള്ള ഹദീസുകൾ, ആയത്തുകൾ, ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ഭയക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയാണ്, സാനിയൻ അന്നളറു ഫിൻ നുസൂസില്ലതി ദല്ലത അലാ അളീമി മാ യകൂനു ഫിൽ ആഖിറ. പരലോകത്ത് നടക്കുന്ന ഭയാനകരമായിട്ടുള്ള കാര്യങ്ങളെ ആയത്തുകൾ, ഹദീസുകൾ പഠിക്കുക എന്നുള്ളതാണ്. പരലോകത്ത് നടക്കുന്ന നരകത്തിനെ കുറിച്ച് വന്ന ആയത്തുകൾ,
നരകത്തിനെക്കുറിച്ച് അറിയിക്കുന്ന ഹദീസുകൾ, പരലോകത്തിനെക്കുറിച്ച് അറിയിക്കുന്ന ഹദീസുകൾ, ഇതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ പഠിക്കുക എന്നുള്ളതാണ്. അതൊരു മുഅ്മിന് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം അധികരിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഇനി മൂന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റു ആയത്തുകളിൽ നിന്നും അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടികളെ പേടിപ്പിച്ചിട്ടുള്ള മറ്റു ചില ആയത്തുകളിലേക്ക്, ദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കുക എന്നുള്ളതാണ്. അതിനെന്താ തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സൂര്യഗ്രഹണം ഉണ്ടായി. സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ ആയത്തും മിൻ ആയാത്തില്ലാഹ്, തീർച്ചയായിട്ടും സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തമാകുന്നു. യുഖവ്വിഫുല്ലാഹു ബിഹിം ഇബാദഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവയെ കൊണ്ട് തൻ്റെ അടിമകളെ ഭയപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുക എന്നുള്ളതാണ്. അതുപോലത്തെ നാലാമത്തെ കാരണം, സ്വന്തത്തിലുള്ള കുറവുകൾ മനസ്സിലാക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 4 പ്രധാനപ്പെട്ടതാണ്. ഇതിൽ അവസാനത്തേത് വളരെ കൂടുതൽ പ്രധാനപ്പെട്ടാണ്. കാരണം കൂടുതൽ ആളുകൾ അത് ശ്രദ്ധിക്കാറില്ല എന്നുള്ള, സ്വന്തത്തിലുള്ള കുറവുകൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. സ്വന്തത്തിലെ കുറവുകൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ്? റോട്ടിലൂടെ നടക്കുന്ന തെമ്മാടിയെ നോക്കി, വൃത്തികെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ നോക്കിയിട്ട് സ്വന്തം വിലയിരുത്തും. അതല്ല, ഖുർആനിലും സുന്നത്തിലും ദീനിൻ്റെ ശരീഅത്തിനെ നോക്കിയിട്ട് അത് എത്രത്തോളം എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് വിലയിരുത്താൻ സാധിക്കണം. അത് സ്വന്തം എന്ത് ചെയ്യണം? മുഹാസബത്ത്, വിചാരണ നടത്തണം എപ്പോഴും ഒരു മുഅ്മിൻ. ഞാൻ എന്തെല്ലാം തിന്മകളാണ് ചെയ്യുന്നത്? ആളുകളുടെ ഇടയിലാകുമ്പോൾ ഞാൻ എന്തെല്ലാം കാണുന്നത്? ആളുകളില്ലാത്ത സമയത്ത് ഞാൻ എന്തെല്ലാം ചെയ്യുന്നുണ്ട്? എൻ്റെ മനസ്സിൽ വരുന്ന വൃത്തികേടുകൾ എന്തെല്ലാമാണ്? ആളുകളെ കുറിച്ച് എന്തെല്ലാം വൃത്തികേടുകളാണ് ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്? അതുപോലെ തന്നെ ആളുകളില്ലാത്ത സമയത്ത് അള്ളാഹുവിനെ ഞാൻ ഭയക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിസ്കാരത്തിൽ എത്രത്തോളം ഖുശൂഉണ്ട്? ഇതുപോലുള്ള കാര്യങ്ങൾ എത്രത്തോളം അത് ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് എപ്പോഴും പരിശോധിക്കേണ്ട വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിലൂടെയാണ് സഹോദരന്മാരെ നമുക്ക് വിജയിക്കാൻ സാധിക്കുക. അള്ളാഹുവിനോടുള്ള യഥാർത്ഥ ഖൗഫ് അത് വന്നിരിക്കണം എന്നുള്ളതാണ്. യഥാർത്ഥ ഭയം ഒരു മുഅ്മിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് റജ ആണ്, പ്രതീക്ഷയാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കാൻ തോന്നുന്നു. സമയം തികയൂല, എത്തിയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കാം. അല്ലാഹു തആല അലം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതിലുപരി അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയ്യുഹാ വമൗലാഹ. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.